ബീഹാറിലെ പ്രതിപക്ഷം ഈ ഇലക്ഷനോടുകൂടി അമ്പയെ തകർന്നു പോയിട്ടൊന്നുമില്ല. 2020 തെരഞ്ഞെടുപ്പിൽ BJP JDയോടൊപ്പം മറ്റു സംഘടനകൾ, അതായത് VIP, അതുപോലെ തന്നെ 1-2 സംഘടനകൾ വേറെ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ പാർട്ടികളെ കൂടി ചേർന്നുകൊണ്ടാണ് അന്ന് അവർക്ക് 125 സീറ്റ് കിട്ടിയത്. പക്ഷേ വോട്ടിംഗ് ശതമാനം ഏകദേശം സമാണ്. ഈ 2025 ഇലക്ഷനിൽ അവരോടൊപ്പം തന്നെ മേജർ പാർട്ടിയായ LJP, രാംവിലാസ് പാസ്വാന്റെ LJPയും കൂടെ കൂട്ടി. അവർക്ക് ഈ വർഷം 5% വോട്ടുണ്ട്. അതായത് 4.95% വോട്ട് അവർക്ക് കിട്ടി. 2020 അവർ ഒറ്റക്കാണ് മത്സരിച്ചത്. അവർക്ക് 2 സീറ്റ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 19 സീറ്റ് അവർക്ക് കിട്ടി. ആ നിലയിൽ നോക്കുമ്പോൾ NDA കിട്ടിയ വോട്ട് LJPയുടെ കൂട്ട് കൂട്ടിയാൽ ഏകദേശം സമമായി വരും. 1-2% വോട്ടിന് വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് 2020 9.26% വോട്ടിന് ശതമാനമാണ് കോൺഗ്രസ് കിട്ടിയത്. 24.95% വോട്ടാണ് RJD കിട്ടിയത്. ഇപ്പോൾ അവർക്ക് 23% വോട്ടുണ്ട്. കോൺഗ്രസിന് 8.75% വോട്ടുണ്ട്. സീറ്റുകൾ വർദ്ധിച്ചത് മാത്രമേ ഉള്ളൂ. മൊത്തം കൂട്ടിയാൽ ഈ LJPയുടെ വോട്ടും അതുപോലെ തന്നെ പഴയ NDAൻ്റെ വോട്ടും കൂട്ടിയാൽ ഏകദേശം 2-3% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് വലിയ തകർച്ചയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് തോൽവി സംഭവിച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് വോട്ട് 2% മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ആ കുറഞ്ഞ വോട്ട് എനിക്ക് തോന്നുന്നത് SIR ആരംഭിച്ചപ്പോൾ കുറേ നുഴഞ്ഞുകയറ്റക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ വോട്ട് സാധാരണ കോൺഗ്രസിനെ കിട്ടേണ്ടത് കിട്ടുമായിരിക്കും. അതായിരിക്കുമല്ലോ നമ്മൾ സാധാരണയായിട്ട് അവർ SIRനെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ SIR വന്നപ്പോൾ ആ നുഴഞ്ഞുകയറ്റക്കാരൻ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വോട്ട് ശതമാനം കുറഞ്ഞു. അത്രയേ ഉള്ളൂ. RJD അതിന് സ്റ്റാൻഡ് നിലനിർത്തി. ഏകദേശം വോട്ടിംഗ് ശതമാനമൊക്കെ ഏവറേജ് കിട്ടിക്കഴിഞ്ഞു. അവരുടെ രാഷ്ട്രീയം ബീഹാർ രാഷ്ട്രീയം മാത്രമാണ്. അത് ഓൾ ഇന്ത്യ രാഷ്ട്രീയമല്ല. പക്ഷേ കോൺഗ്രസിൻ്റേത് ഓൾ ഇന്ത്യ രാഷ്ട്രീയമാണ്. ഓൾ ഇന്ത്യ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് തകർന്നിരിക്കുന്നു എന്ന് നമുക്ക് വേണം വരുത്താം. അത് ബീഹാറിൽ മാത്രം കണക്ക് കൂട്ടിയിട്ടില്ല. അതാണ് ബീഹാറിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയാൽ നമുക്ക് കോൺഗ്രസും ഈ ബീഹാറിലെ പ്രതിപക്ഷവും പാടെ അമ്പയെ തകർന്നു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. എന്നാലും ബീഹാർ രാഷ്ട്രീയത്തിൻ്റെ പരാജയം കോൺഗ്രസിന് വലിയ തലവേദനയും അതിൽ കരകയറാൻ വലിയ ഒരു പരിശ്രമം നടത്തേണ്ടി വരും.